ഹല്ലേലൂയ! ഈശോ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഇന്ന് ഈ വലിയ തിരുനാളിൽ പങ്കെടുക്കാം. സ്പേസ് ചാനലിൻ്റെ ഉയർപ്പ് ദിന വിചിന്തനങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതേ, ഈശോയുടെ ഉയർപ്പ് ഇന്ന് നാം ഓർക്കുകയാണ്. 48 ദിവസം നീണ്ടുനിന്ന പ്രായശ്ചിത്തങ്ങളും പ്രാർത്ഥനയും ഉപവാസവുമൊക്കെ മാറ്റി നിർത്തി ഇതാ ഇന്ന് ഏറ്റവും സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ തിരുവുത്ഥാനം നമ്മൾ ആഘോഷിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, മനോഹരമായ ഈ ദിവസത്തിൽ ഉത്ഥിതനായ യേശുവിനെക്കുറിച്ച് നമുക്ക് പരിചിന്തിക്കാം. 48 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നെറ്റികളിൽ ഭസ്മം പൂശിക്കൊണ്ട് മനുഷ്യാ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും നൂനം എന്ന് നമ്മൾ പാടി. എന്നാൽ ഇന്ന് തിരുസഭ നമ്മളോട് പാടുവാൻ പറയുകയാണ്, മനുഷ്യാ നീ ജീവനാകുന്നു, നിത്യജീവൻ ക്രിസ്തുവിൽ തേടൂ. അതേ അഭിമാനത്തോടുകൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മഹത്വം എന്താണെന്ന് ദർശിക്കുവാൻ ക്രൂശിതനായ ക്രിസ്തു ഉത്ഥിതനായപ്പോൾ അവിടുന്ന് തെളിഞ്ഞു നിന്ന എല്ലാ നന്മകളെയും നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മനോഹരമായ ഈ ദിവസത്തിൽ യേശുവിൻ്റെ ഉയർപ്പ് ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കട്ടെ. നമ്മളെല്ലാവരും നീണ്ട ഈ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു അവസരമായിട്ട് നോമ്പുകാലത്തെ മനസ്സിലാക്കുന്നവരാണ്. 48 ദിവസം നീണ്ടുനിന്ന ഒരുക്കങ്ങൾക്ക് ശേഷമാണ് തിരുസഭയിൽ ഈ പ്രധാനപ്പെട്ട തിരുനാൾ നാം ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലിയ ഒരു നീണ്ട ഒരു ഒരുക്കം ഇതിനാവശ്യമുള്ളത്? കാരണം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു എന്നുള്ളതാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളാരും ഇന്ന് ഇവിടെ സന്നിഹിതരാവുകയില്ല. ഈ ലോകത്തിലുള്ള എല്ലാ ദേവാലയങ്ങളിലും യേശുവിൻ്റെ പുനരുത്ഥാന തിരുനാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ജെറുസലേമിലെ ആ കാലിയായ കല്ലറ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അപ്പസ്തോലൻ പൗലോസ് അപ്പസ്തോലൻ അദ്ദേഹത്തിൻ്റെ കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനത്തിലെ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗം അനുയോജ്യമല്ല, നിങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും നിഷ്ഫലമായി പോകുന്നു. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മൾ പാപത്തിൽ തന്നെ ജീവിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ വഴിയായി പാപം ഈ ലോകത്തിൽ വന്നെങ്കിൽ മറ്റൊരു മനുഷ്യൻ വഴിയായി അമർത്യത ഈ ലോകത്തിലേക്ക് വന്നു. ആദം വഴി നാം പാപികളായി നശിച്ചുവെങ്കിൽ ക്രിസ്തു വഴി നാം പുനരുത്ഥാനത്തിൻ്റെ അമർത്യതയുടെ നിത്യജീവൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കുന്നു. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് തരുന്ന ഈ നിത്യജീവൻ അത് മനോഹരമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ പുണ്യദിനത്തിൽ നാം ചെയ്യേണ്ടത്. ഇന്നത്തെ നമ്മുടെ സെക്കുലർ വേൾഡ്, നമ്മുടെ ചുറ്റുമുള്ള ലോകം പറയും, കാണുന്നതിനെ വിശ്വസിക്കുക, നമ്മുടെ കല്ലറയ്ക്കപ്പുറത്ത് ജീവിതത്തിനൊരു അർത്ഥമില്ല എന്ന്. അതെ, ദൈവം കാണപ്പെടാത്തവനാണ്. അരൂപിയായ അവിടുന്നിൽ വിശ്വസിക്കുവാൻ ഇന്നത്തെ ലോകം നമ്മളോട് പറയുകയില്ല. അതുകൊണ്ട് നീഷെ പോലെയുള്ള തത്വശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ദൈവം മരിച്ചുപോയിരിക്കുന്നു, അവിടുത്തെ ശവപ്പെട്ടിയുടെ മേൽ ആണി അടിക്കപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ദൈവത്തെ ആവശ്യമില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നവനാണ് ദൈവം.
നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ നമുക്ക് അവസരം തരാത്തവനാണ് ദൈവം. അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് വേണ്ട എന്ന്. പക്ഷേ ക്രൂശിതനായ യേശു നമുക്ക് ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനും വേണ്ടി വന്നവനാണ്. ഈ ലോകത്തിലൊരു വലിയ സത്യമുണ്ട്. എല്ലാവരും കടന്നു പോകുന്നു, എല്ലാ വസ്തുക്കളും മാറി മറഞ്ഞു പോകുന്നു. വിജയശ്രീ ലാളിതനായ സീസർ എവിടെയുണ്ട്? പ്രഗത്ഭനായ അലക്സാണ്ടർ എവിടെയുണ്ട്? ലോകത്തെ കിടുകിട വിറപ്പിച്ച നെപ്പോളിയനും ഹിറ്റ്ലറും എവിടെയാണ്? സ്വേച്ഛാധിപതിയും നരഭോജിയുമായ ഈഡി അമീൻ ഇതാ നമ്മുടെ മുന്നിലില്ല. ലോകത്തിലെല്ലാവരും മാറി മറഞ്ഞു പോകുന്നു. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം മാത്രം നിലനിൽക്കുന്നു. ഈശോ മാത്രം നിലനിൽക്കുന്നു. എന്നും സനാതനമായി ജീവിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ നിത്യമായ ഒരു വലിയ സമ്മാനമാണ് പുനരുത്ഥാനം. അവിടുന്ന് വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ഈ വിശുദ്ധമായ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രഗത്ഭനായ ഭൂഗർഭശാസ്ത്രജ്ഞൻ തയ്യാർ ഷർദാൻ ഒരിക്കൽ മനോഹരമായ ഒരു ചിന്ത കാഴ്ചവെക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നാം വിചാരിക്കരുത് മനുഷ്യരായ നമ്മൾ ദൈവികമായ ഒരു അനുഭവത്തിന് വേണ്ടി ഭൂമിയിൽ ജനിച്ചവരാണെന്ന്. മറിച്ച് ദൈവികരായ നമ്മൾ ഈ ഭൂമിയിൽ മാനുഷികമായ അനുഭവങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ യഥാർത്ഥ വീട്, ഭവനം ഈ ഭൂമിയല്ല, അങ്ങകലെ സ്വർഗത്തിലാണ് എന്ന്. സ്വർഗീയരാക്കാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, മനുഷ്യനായി തിരഞ്ഞെടുത്തു. അതെ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാകും. നമ്മളെല്ലാവരും മരിക്കുന്നില്ല യഥാർത്ഥത്തിൽ, മറിച്ച് അനശ്വരതയിലേക്ക് പ്രവേശിക്കുന്ന ദൈവിക ജീവികളാണ് എന്ന്. നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് വന്നു, നാം ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. ദൈവമാണ് നമ്മുടെ സങ്കേതം, നമ്മുടെ സ്രോതസ്സ്. എന്നാൽ ഈ കൊച്ചു ജീവിതം വളരെയേറെ വേദനകളും വിഷമങ്ങളും നിറഞ്ഞതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കവിയത്രി പാടിയിരിക്കുന്നത് പോലെ, ഈ കൊച്ചു ജീവിതം എനിക്കെന്ത് തന്നു? ഒരു ആകാശം നിറയെ സന്തോഷവും ഒരു കടൽ നിറയെ കണ്ണുനീരും. ഈ സഹനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, ഇത് എത്രയോ അർത്ഥമില്ലാത്ത ഒരു അനുഭവമാണ് തരുന്നതെന്ന്. പക്ഷേ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വെറും നമ്മുടെ കുറവുകളും നമ്മുടെ തപ്തതകളും വേദനകളും മുറിവുകളും വെച്ച് അളക്കാനുള്ളതല്ല. അതിനേക്കാൾ അനന്തമായ ഒത്തിരിയേറെ നന്മകൾ നോക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. മഹാനായ എലി വീസലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം ചെറുപ്പകാലത്തിൽ തന്നെ നാസിയിലെ സൈനികർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും സഹോദരിയെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അന്ന് ചെന്ന രാത്രിയിൽ അവിടെയുള്ള ക്രിമിറ്റോറിയത്തിലേക്ക് സ്വന്തം അമ്മയെയും സഹോദരിയെയും വലിച്ചെറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്രിമിറ്റോറിയത്തിൻ്റെ കുഴലിലൂടെ കയറി വന്ന ആ കറുത്ത പുക കണ്ടിട്ട് എലി വീസൽ പറഞ്ഞു, ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവമില്ല, നിഷ്കളങ്കരായ മനുഷ്യരുടെ വേദനയും വിഷമവും കണ്ടുകൊണ്ട് മൗനം ഭജിക്കുന്ന ഒരു ദൈവമില്ല. അന്നു മുതൽ എലി വീസൽ ഒരു വലിയ നിരീശ്വരവാദിയായി തീർന്നു. മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കാത്തൊരു ദൈവത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് സങ്കടമുണ്ടായിരുന്നത്. എന്നാൽ എലി വീസലിനോട് ഞാൻ പറയും, ഗാഗുൽത്തായിലെ കുരിശിലെ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് അപാരമായ വേദനയുടെ നടുവിൽ എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് വാവിട്ട് കരഞ്ഞ ക്രിസ്തു. ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ നമ്മുടെ ദൈവത്തിന് ഹൃദയമില്ലെന്ന്, നമ്മുടെ ദൈവം നമ്മുടെ വേദനകൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന്?
അതെ, യേശുവിനെ നോക്കുമ്പോഴാണ്, അവിടുത്തെ വേദനകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ വേദനകൾക്ക് യഥാർത്ഥ രൂപം കിട്ടുന്നത്. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു ജീവിതത്തിൽ അനേകം വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളെ പിന്തുടരുമെങ്കിലും ഇതാ ആ കുരിശ് നമുക്കെപ്പോഴും പ്രചോദനമാണ്. നമ്മുടെ സഹോദരങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, സാന്ത്വനത്തിനു വേണ്ടി നാം നമ്മെ തന്നെ നൽകുവാൻ എപ്പോൾ സന്നദ്ധരാകുന്നുവോ അന്ന് ക്രൂശിതൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് ഈശോ ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചിത്രശലഭത്തെക്കുറിച്ച് കേട്ട് കാണും. ആ ചെറിയ മുട്ടകൾ വിരിഞ്ഞ് കൊച്ചു പുഴുവായി, ആ പുഴു ഇലകൾ തിന്ന് അങ്ങനെ 10-14 ദിവസം കഴിയുമ്പോൾ അത് ഒരു വലിയ അതിൻ്റെ തന്നെ ഒരു കട്ടിയുള്ള കൊക്കൂൺ ഉണ്ടാക്കുന്നു, ഒരു തോട് ഉണ്ടാക്കുന്നു. അതിനകത്ത് 10-12 ദിവസം അത് അടയിരിക്കുകയാണ്, തപസ് ചെയ്യുകയാണ്. അങ്ങനെ 10-13 ദിവസം കഴിയുമ്പോൾ ആ തോട് പൊളിച്ചുകൊണ്ട് ചിത്രശലഭം, വർണ്ണശബളമായ ചിത്രശലഭം അനന്തവിഹായസിലേക്ക് പറന്നു ഉയരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 48 ദിവസം നമ്മൾ തപസ്സിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സ്വാർത്ഥതയുടെ, നമ്മളുടെ കുറവുകളുടെ, നമ്മളിൽ അധിവസിക്കുന്ന പാപത്തിൻ്റെ തോടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, യേശുവിൻ്റെ ആഭിമുഖ്യങ്ങളും യേശുവിൻ്റെ മനോഭാവങ്ങളുമാകുന്ന ചിറകുകളുമായിട്ട് അനന്തവിഹായസിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പദത്തിലേക്ക് നമ്മൾ പറന്നുയരണം. അങ്ങനെ നമുക്ക് നമ്മളുടെ വിശ്വാസപരമായ ജീവിതം കൊണ്ട് ഈ മനോഹരമായ അവസരത്തെ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ പുനരുത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു സ്നേഹത്തിൻ്റെ ഉത്സവമായി തീരുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.